പ്രത്യേകിച്ച് വലിയ പ്ലാനൊന്നുമില്ലാതെയാണ് ഇപ്രാവശ്യത്തെ യാത്ര. ഈ തമിഴ് ഗ്രാമങ്ങളൊക്കെ കണ്ടിട്ട് ഒരു യാത്രയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇത്രമാത്രം നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം മൊത്തത്തിൽ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല. തമിഴ്നാട്ടിൽ ഞാൻ പൊതുവേ യാത്ര ചെയ്തത് വളരെ വളരെ കുറവാണ്. കർണാടകയിലൊക്കെ പോയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോയിട്ടുണ്ട്, പക്ഷെ കുറവാണ് പോയിട്ടുള്ളത്. ഏതായാലും പാലക്കാട് വിട്ടാൽ പിന്നെ തമിഴ് ഗ്രാമങ്ങളായി. അതുകൊണ്ട് ആ യാത്ര അധികം ദൂരെ പോവാതെ തന്നെ തമിഴ് ഗ്രാമങ്ങളിലെ യാത്ര കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ നിലക്ക് ആണ് പ്ലാൻ ചെയ്തത്. രാവിലെ 11 മണിക്ക് തിരൂർ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. നേരെ തിരൂർ തീവണ്ടി ഓഫീസിലെത്തി. എഗ്ബോറിന് പാലക്കാടേക്കാണ് ടിക്കറ്റ് എടുത്തത് കേട്ടോ. പിന്നെ സാധാ ടിക്കറ്റാണ് എടുത്തത്. കാരണം നമ്മൾ റിസർവേഷനൊന്നും ചെയ്യാത്തതുകൊണ്ടേ സാധാ ടിക്കറ്റ് എടുത്തു. ട്രെയിനിൽ കയറിയാൽ ടിക്കറ്റ് മാറ്റിയെടുക്കാം TTE കണ്ടിട്ട് എന്ന ആ ഒരു ഇതിലാണ്. എഗ്മോറിലാണ് യാത്ര. 100 രൂപ കൊടുത്തിട്ട് ടിക്കറ്റ് മാറ്റിയെടുത്തു. ഭാരതപ്പുഴയുടെ തീരത്തോടുള്ള യാത്ര ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ തിരുവനന്തപുരത്തേക്കൊക്കെ പോകുമ്പോൾ ഭാരതപ്പുഴയുടെ തീരത്തോട് പോയി തന്നെയാണ് കുറേയൊക്കെ യാത്ര ചെയ്യുന്നത്. ഷൊർണൂർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേക ഒരു വൈബ് തുടങ്ങി. ആ ഒറ്റപ്പാലം സൈഡൊക്കെ കഴിഞ്ഞ് ആ ഭാരതപ്പുഴയുടെ തീരത്തെ വയലുകളും ആ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു നെല്ലറയാണ്. കുട്ടനാട് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ഒരു നെല്ലറയാണല്ലോ. അപ്പോൾ ആ ഒരു മേഖലയിലൂടെ അങ്ങനെ യാത്ര മുന്നോട്ട് പോയി. ഞാൻ ഒരു 2 മണി സമയത്ത് പാലക്കാട്ട് ജംഗ്ഷനിലേക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ ഇറങ്ങി നേരെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ പിടിച്ച് അവിടെ എത്തി. നല്ല ചൂടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ തിരൂരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ചൂടുണ്ട്. നന്നായി വേർക്കാനും തുടങ്ങി ഞാൻ. തമിഴ്നാടിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ധാരാളമായിട്ട് ചിറ്റൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, ധാരാളമായിട്ടുള്ള ബസ്സുകൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. കൊഴിഞ്ഞമ്പാറയ്ക്കൊക്കെ ബസ് കണ്ടു അവിടെ നിന്ന്. ഏതായാലും ഞാൻ പൊള്ളാച്ചിക്കുള്ള ബസ്സിലാണ് കയറിയത്. തമിഴ്നാടിൻ്റെ അവരുടെ വണ്ടി തന്നെയാണ് കേട്ടോ. മൊത്തം കാലിയാണ് ബസ്. 3 മണിക്ക് ബസ് അങ്ങോട്ട് പുറപ്പെട്ടു. അധികം താമസിച്ചില്ല, ഭൂപ്രകൃതി മാറി മാറി വരാൻ തുടങ്ങി. മനോഹരമായ ആ നെൽവയലുകളാണ് എൻ്റെ മുന്നിലേക്ക് എത്തിയത്. പിന്നെ കൊഴിഞ്ഞമ്പാറ വഴിയാണ് നമ്മുടെ യാത്ര ചെയ്ത ചിറ്റൂര്. ആ കൊഴിഞ്ഞമ്പാറ നമ്മുടെ ചിറ്റൂരെത്തുമ്പോൾ പലപ്പോഴും ഞാൻ നമ്മുടെ വൈദ്യുത മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ നാട്, അതുപോലെ പണ്ടൊരു അച്യുതൻ ഉണ്ടായിരുന്നു അവിടുത്തെ MLA, പത്രത്തിലൊക്കെ ധാരാളം വായിച്ചറിഞ്ഞിട്ടുണ്ട്. ചിറ്റൂര് നല്ല മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളുള്ള ഒരു വഴിയാണ് കേട്ടോ. അങ്ങനെ 4:30 മണിക്ക് ഞങ്ങൾ പൊള്ളാച്ചി എത്തി. ഞാൻ നല്ല വിശപ്പ്, ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ അങ്ങോട്ട് കയറി. ബസ് ഇറങ്ങിയിട്ടൊന്ന് ക്രോസ് ചെയ്തിട്ടാണ് ആ ഹോട്ടലിൽ എത്തിയത്. മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഒരുവിധം കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റൂ. വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. തമിഴ്നാട്ടിൽ ഈ വാഴ ധാരാളമായിട്ട് കൃഷിയുണ്ട്. അതുകൊണ്ട് തന്നെ വാഴയിലൊക്കെ ഒരു ക്ഷാമമില്ല. എവിടെ ചെന്നാലും വാഴയിലാണ് ഭക്ഷണം വിളമ്പുന്നത്. നല്ല തിരക്കുള്ള പൊള്ളാച്ചി പട്ടണം കേട്ടോ. പല പല ആവശ്യങ്ങൾക്ക് നഗരത്തിലെത്തിയ സാധാ ഗ്രാമീണരായിട്ടുള്ള ആളുകൾ ധാരാളമായിട്ട് ഇവിടെ ടൗണിലേക്ക് വരുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു പട്ടണമാണ് കേട്ടോ. പഴക്കമുള്ള വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത ആ ഒരു ബസ് സ്റ്റാൻഡാണത്. പൊരിക്കടികൾ അവിടെ വെച്ചിട്ടുണ്ട്. പഴനി ബസ്സിലാണ് ഞാൻ കയറിയത്.
സത്യത്തിൽ ബസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര തിരക്കുണ്ട്. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് എനിക്കൊരു സീറ്റ് കിട്ടി. നല്ല തിരക്ക്. ആ തിരക്കിൽ ഞാൻ ശാന്തനായിട്ട് ശ്വാസം പിടിച്ച് അങ്ങനെ ഇരിക്കുക ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല തടിയന്മാരാണ് രണ്ടുപേരും എൻ്റെ അടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരുത്തം എനിക്ക് തീരെ കംഫർട്ടായിരുന്നില്ല. വിൻഡോ സീറ്റ് കിട്ടിയ ശേഷമാണ്, അത് തന്നെ പഴനിക്ക് അടുത്തെത്തുമ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കാൻ തന്നെ പറ്റിയത്. ആ പഴനിയുടെ ആ തമിഴ്നാടിൻ്റെ ആ ഭൂപ്രകൃതിയൊക്കെ വന്നു. വളരെ മനോഹരമായിട്ടുള്ള ആ വെള്ളം കെട്ടി നിർത്തിയ വയലുകൾ, സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ആ ഒരു തയ്യാറായി നിൽക്കുന്ന കാഴ്ച, അതൊക്കെ ആ ഫ്രെയിമിലേക്ക് വന്നപ്പോൾ നല്ല രസമായി കേട്ടോ. അങ്ങനെ നമ്മുടെ ആ തമിഴ് ഗ്രാമങ്ങളൊക്കെ പിന്നിട്ടിട്ട് ആ പഴനി പട്ടണത്തിലെത്തി. പഴനി ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ഇറങ്ങിയത്. ദൂരെ ആ പഴനിമല കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 6:30 മണിയായതുകൊണ്ട് ലൈറ്റൊക്കെ ഇട്ടിട്ട് മലയുടെ മുകളിൽ ലൈറ്റൊക്കെ ഉണ്ട്. ദൂരം തന്നെ കാഴ്ച എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. KSRTC ബസ് എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നൊരു കാഴ്ച നോക്കിയേ. മറയൂരിൽ നിന്ന് വരുന്ന ആനവണ്ടി കേട്ടോ. ക്ലോക്ക് റൂം ഇതാണ് ക്ലോക്ക് റൂം. ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞ് എവിടെയെങ്കിലും നിന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പഴനി പോയിട്ട് അമ്പലത്തിലൊക്കെ തൊഴുത് പെട്ടെന്ന് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ലഗേജ് ക്ലോക്ക് റൂമിൽ വെക്കാം. പതിയെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഫ്രൂട്ട്സ് വിൽക്കുന്ന കടകൾ കണ്ടല്ലോ, ഇതൊക്കെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളതാണ്. രാവിലെ യാത്ര തുടരണം എന്നുള്ളതാണ് എൻ്റെ പ്ലാന്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബസ്സിൽ സീറ്റ് കിട്ടണമെങ്കിൽ മുൻകൂർ വന്നിട്ട് ടോക്കൺ എടുക്കണം നമ്മൾ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാതെ നേരിട്ട് പോയാൽ സീറ്റ് കിട്ടില്ല കേട്ടോ. അങ്ങനെ വണ്ടിയിൽ ആദ്യം തന്നെ ഓടിക്കേറിയാൽ ടോക്കണുള്ള ആൾ വരും, നമ്മുടെ സീറ്റ് നഷ്ടപ്പെടും. ബുക്കിംഗ് കൗണ്ടർ കണ്ടെത്തണം. ആകെ ബഹളമയമാണ്. അതൊരു തമിഴ് രീതിയാണല്ലോ. അവർക്ക് അതായത് നല്ല ശബ്ദത്തിൽ സംസാരിച്ചിട്ടേ ശീലമുള്ളൂ. പതുക്കനെ അവർ സംസാരിക്കത്തേയില്ല. അവസാനം ഞാൻ ബുക്കിംഗ് കൗണ്ടറിലെത്തി. രാവിലെ ഫസ്റ്റ് ബസ് ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണെന്നുള്ളതാണ് എൻ്റെ അന്വേഷണം. തമിഴ്നാടിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലേക്കും ബസ് കിട്ടും ഇവിടെ നിന്ന്. രാവിലെ വന്നാൽ മതി എന്ന് ആ കൗണ്ടറിൽ ആൾ എന്നോട് പറയുകയും ചെയ്തു. ഏതായാലും എനിക്ക് താമസിക്കേണ്ട സ്ഥലത്തെക്കുറിച്ച് ഞാൻ എൻ്റെ സുഹൃത്ത് ഇടയ്ക്കിടയ്ക്ക് പഴനി വരുന്ന നമ്മുടെ സന്തോഷ് മാഷോട് ചോദിച്ചപ്പോൾ ന്യൂ തിരുപ്പൂർ ലോഡ്ജ്, മലയാളികളുടെ ലോഡ്ജാണ്, പൊന്നാനിക്കാരൻ നടത്തുന്ന ലോഡ്ജാണെന്ന് പറഞ്ഞിരുന്നു. നേരെ അങ്ങോട്ട് ചെന്നോളൂ. അത്യാവശ്യം വൃത്തിയും വെടിപ്പുള്ള ലോഡ്ജാണ്, പഴയ ലോഡ്ജാണ്. അങ്ങനെ ആ ന്യൂ തിരുപ്പൂർ ലോഡ്ജിലാണ് ഞാൻ മുറി എടുത്തത്. സിംഗിൾ മുറിക്ക് തന്നെ 800 രൂപയുണ്ട് കേട്ടോ. പുറത്തൊക്കെ 600 രൂപയ്ക്ക് കിട്ടും കേട്ടോ മുറി, പക്ഷെ വൃത്തിയില്ല. ഇത് കുറച്ചും കൂടെ നല്ല അന്തരീക്ഷമാണ്, അറ്റ്മോസ്ഫിയറാണ്. അങ്ങനെ 800 രൂപ ക്കുള്ള ഒരു മുറി എടുത്തിട്ട് ഞാൻ ആ മുറി കയറി. ആ മുറിയിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യമുണ്ട്, ഒരു കട്ടിലുണ്ട്, അത്യാവശ്യം 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം. ആ ബാത്റൂമിലേക്ക് കയറുമ്പോൾ എന്ന് വെച്ചാൽ അതിന് നമ്മുടെ വാതിലില്ലേ, അതിന് ഹൈറ്റ് കുറവാണ്. തല ശ്രദ്ധിച്ചില്ലെങ്കിൽ തല തട്ടും. എൻ്റെ 2 പ്രാവശ്യം തല തട്ടി കേട്ടോ. ഇവിടെ ധാരാളം ഹോട്ടലുകൾ, സൗകര്യങ്ങളൊക്കെ ഈ അമ്പലത്തിനോടനുബന്ധിച്ചിട്ട് താമസിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് ഹോട്ടലുകൾ ഞാൻ കണ്ടു. ആ കാഴ്ചകളൊക്കെ ഞാൻ ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. പഴനിയാണ്ടവന്റെ മുന്നിൽ വന്നാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ ഭക്തരായിട്ടുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കാവടിയൊക്കെ എടുത്തിട്ടുള്ള ഒരു നൃത്തമുണ്ട്. അത് തമിഴ്നാട്ടിലെ ജനങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ അത് ആരും ചെയ്യാതെ പോലും. തലമുടി മൊട്ടയടിച്ചിട്ട് പോവുക തുടങ്ങിയിട്ടുള്ള ആചാരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാവടിയാട്ടം നൃത്തം നിങ്ങളെ കാണിക്കാം. വലിയ രസം എന്ന് പറഞ്ഞാൽ അതിനിടയിൽ ആവേശം മൂത്ത് ഞാനും കുറച്ച് ഡാൻസ് ചെയ്തു. ആ കാഴ്ച കണ്ടു നോക്കൂ. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇഡ്ഡലി പോലുള്ള സാധനങ്ങളുണ്ട്. കേരള പൊറോട്ട കിട്ടും. മലയാളി താമസ സ്ഥലങ്ങളുണ്ട്. ചെറിയ ചെറിയ പൈസയ്ക്ക് സൗകര്യം നമുക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഡോമട്രികൾ ഇവിടെ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഉണ്ട് കേട്ടോ. ജയറാമിന്റെ ഒരു സിനിമ ഓർമ്മ വരുന്നു, ആ മ്യൂസിക് ഒക്കെ കേൾക്കുന്നത്.
അമ്പലം കോട്ടേജ്. ഇത് മലയാളികളുടെ എന്തോ ഒരു സംഭവം കേട്ടോ. മലയാളികളുടെ എന്തോ കോട്ടേജാണ് അമ്പലം കോട്ടേജ്. അവിടെ എന്തോ താമസ സൗകര്യമുണ്ട്. റൂംസ് അവൈലബിൾ. എവിടെ നോക്കിയാൽ റൂമാണ്. ലോഡ്ജുകൾ ധാരാളമായിട്ടുണ്ട്. എന്താ ഇഡ്ഡലിയാണോ ചോദിച്ചു നോക്കട്ടെ. അവിടെ ഇഡ്ഡലിയാണെന്ന്. ഇത് ദോശ ഉണ്ടാക്കാറ്. ആ ചേച്ചി ദോശ ഉണ്ടാക്കും. പൂരി, ഇഡ്ഡലി വേണ്ടോ? ചൂട് ഇഡ്ഡലി കഴിക്കാം കേട്ടോ. അവിടെ വന്നാൽ അവരൊക്കെ ഇഡ്ഡലി പാചകം ചെയ്ത് നിൽക്കുക. രാത്രി ഞാൻ മൈസൂർ മസാല ദോശയാണ് കഴിച്ചത് കേട്ടോ. 163 രൂപ. ഒരു കാഫിയും കൂടെ കഴിച്ചപ്പോൾ. അത്യാവശ്യം ചാർജ് ഉണ്ട്. ചായക്കും കാപ്പിക്കും ഒക്കെ 25 രൂപ ചായക്ക് ചാർജ് വാങ്ങുന്നുണ്ട്. പുറത്ത് വാങ്ങുന്നതൊക്കെ 20 റുപ്യ വാങ്ങുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിൽ എവിടെയും ചായക്ക് ചാർജ് കൂടുതലാണ് നമ്മുടെ നാട്ടിലേക്കാളും. ഇത് മൈസൂർ മസാല ദോശ. ഇത് എന്താ മൈസൂർ മസാല ദോശ. മൈസൂർ എന്താ ഡിഫറൻസ്? കേരള മസാല ദോശ കേരള ഇത് കിഴങ്ങ് പൊടി നെയ്യ്. ഓക്കെ. ഇതിൽ ഞാനത് പൊടിച്ചു നോക്കിയപ്പോൾ ഇതിനുള്ളിൽ മസാല ഇരിക്കുന്നുണ്ട്, ഉരുളക്കിഴങ്ങ് സംതിങ്. പക്ഷേ നമ്മുടെ ദോശപ്പൊടി പോലെ എന്തോ ഒരു സാധനം ഇതിന് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ സാമ്പാർ ആൻഡ് ചട്നി, ഇത്രയും കാര്യം ഇതിലുള്ള കേട്ടോ. കൊള്ളാം കേട്ടോ, ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ. ഇനി അല്പം തമിഴ് കാഴ്ചകൾ നമുക്ക് കാണാം. ഈ അമ്പലത്തെക്കുറിച്ചുള്ള ചരിത്രവും സംഗതികളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. ഈ ക്ഷേത്രത്തിന് അരുൾമികു ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രം കോവിൽ എന്ന ഒരു പേരും ഉണ്ട് കേട്ടോ. ഇത് ഒരു മലയുടെ മുകളിലാണ്. അതിമനോഹരമായിട്ട് ഇപ്പോൾ താഴെ നിന്ന് നോക്കിയാൽ പിന്നെ ധാരാളം ഈ വയൽ പ്രദേശങ്ങളാണ് ചുറ്റും. അടിപൊളിയാണ്. നല്ല ഒരു സീനാണ്, നല്ലൊരു വ്യൂ ആണ്. നമുക്ക് താഴെ നിന്ന് ഇറങ്ങിയാൽ തന്നെ ആ ക്ഷേത്രം എത്രയോ ദൂരെ നിന്നും നമുക്ക് ആ ക്ഷേത്രം കാണാൻ പറ്റും. അതിമനോഹരമാണ്. ഇപ്പം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മൊബൈലോ മറ്റുള്ള സംഗതികളോ ഒന്നും അലൗഡ് അല്ല. ഒരു 5 വർഷം മുമ്പ് വരെയൊക്കെ എല്ലാം അലൗഡ് ആയിരുന്നു. ഇപ്പം ഒന്നും തന്നെ സമ്മതിക്കുന്നില്ല. വളരെ പഴക്കമുള്ള വളരെ പൗരാണികമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ പളനി എന്ന് പറയുന്നത്. ദിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിൽ, തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഏകദേശം ഒരു 56 കിലോമീറ്റർ ദിണ്ടിഗലിൽ നിന്ന് ഈ പളനിക്ക് വരണം. ഇവിടെ തൊട്ടടുത്തുള്ള മറ്റൊരു സ്ഥലം കോയമ്പത്തൂരാണ്. അവിടെ നിന്ന് ഒരു 60-70 കിലോമീറ്റർ ഉണ്ട് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ഈ പളനിക്ക്. ഏകദേശം ഒരു 7 മില്യൺ പീപ്പിൾസ് 2011 വരെ ഭക്തജനങ്ങൾ ഇവിടെ ഈ പളനി ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. ഈ ക്ഷേത്രത്തിന് അരുൾമികു ദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രം കോവിൽ എന്ന ഒരു പേരും ഉണ്ട് കേട്ടോ. തമിഴിലെ വളരെ പ്രാചീനനായിട്ടുള്ളൊരു കവി ഔവയ്യാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഔവയ്യാരുടെ പിന്നെ കൃതികളിലൊക്കെ തന്നെ ഈ പളനിയെക്കുറിച്ച് പറയുന്നുണ്ട്. പഴനി എന്ന് മലയാളത്തിൽ പറയും, പളനി എന്ന് തമിഴിൽ പറയും. അത് ഫലം, അത് ഫ്രൂട്ട് എന്ന അർത്ഥത്തിലും നീ എന്ന അർത്ഥത്തിലും 2 വാക്കുകൾ ചേർന്നിട്ടാണ് പളനി എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. പഴം നീർ എന്ന അർത്ഥത്തിലും വരുന്നുണ്ട് കേട്ടോ. അതാ ഈന്തപ്പനകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂമി എന്നാണ്. വയലുകളാൽ ചുറ്റപ്പെട്ട ഒരു ഭൂമി, ചുറ്റും വയൽ പ്രദേശമാണ്. ഈന്തപ്പനകൾ ധാരാളമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു പിന്നെ പേര് എങ്ങനെ വന്നു എന്നുള്ളതിൽ നിന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ സാഹിത്യകൃതികളിൽ നിന്നും അതിൻ്റെ തമിഴ് ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. വളരെ പഴയ പുരാണങ്ങളിൽ, ഹൈന്ദവ പുരാണങ്ങളിലും ഒക്കെ തന്നെ ഇതിനെ പറ്റിയിട്ട് എന്തുകൊണ്ട് മുരുകൻ ഇവിടെ വന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരു കഥയുണ്ട്. അതായത് പരമശിവന്റെ 2 മക്കളാണല്ലോ, ഗണപതിയും പിന്നെ മുരുകനും സുബ്രഹ്മണ്യൻ അല്ലേ. അപ്പോൾ ഇവർ 2 പേരുമാണ് മക്കള്. അപ്പോൾ അറിവിൻ്റെ ഒരു ഫലം, അതായത് ഒരു പഴം, ആ പഴം ഒരു പഴം ഉണ്ടായത്. ആ പഴം എനിക്ക് വേണം എന്ന് ഗണപതിയും മുരുകനും 2 പേരും പറഞ്ഞപ്പോൾ ആ അറിവിൻ്റെ ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ ലോകം ചുറ്റിയിട്ട് ആദ്യം ആരാണോ ഈ കൈലാസത്തിൽ എത്തുന്നത് അവർക്ക് തരാമെന്ന് പറഞ്ഞു. നമ്മുടെ പിന്നെ ഗണപതിയും മുരുകനും
പരസ്പരം എന്താ വെച്ചാൽ ഇത് കിട്ടാനുള്ള ഒരു ശ്രമത്തിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ പിന്നെ ഒരു തീരുമാനം എടുത്തു ലോകം ചുറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുരുകൻ തൻ്റെ മയിലും എടുത്തിട്ട് ആ മയിലിൻ്റെ പുറത്ത് കയറിയിട്ട് ലോകം മുഴുവൻ ചുറ്റിയിട്ട് തിരിച്ചു വന്നു. പക്ഷേ ഗണപതി എന്താ മനസ്സിലാക്കിയത്, സർവ്വ അറിവിൻ്റെയും ഒരു കേദാരാണ്, അത്രയും ഒരു കേന്ദ്രമാണല്ലോ ശിവൻ. അവ ശിവനും പാർവതിയും അവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഈ ലോകം ചുറ്റുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ബുദ്ധിമാനായിട്ടുള്ള ഗണപതി എന്ത് ചെയ്തു, ശിവനും പാർവതിക്കും ഒന്ന് ചുറ്റി പ്രദക്ഷിണം വെച്ചു. പക്ഷേ മുരുകൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഗണപതി ലോകം മുഴുവൻ പ്രദക്ഷിണം വെച്ചതുപോലെ തന്നെ ഇവർക്ക് ചുറ്റും നിന്നിട്ട് ഭക്തിപൂർവ്വം ശിവനെ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതാണ് കണ്ടത്. ഇവിടെ വല്ലാത്ത വൈരാഗ്യ അവസ്ഥയുണ്ടായി, വല്ലാത്ത പ്രയാസമായി മുരുകന്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, സന്യാസ ജീവിതം എടുത്തുകൊണ്ട് ഇവിടെ കൈലാസം വിട്ടിട്ട് ഇനി അങ്ങോട്ടേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് എങ്ങോട്ട് വന്നു, ഈ പളനിയിലേക്ക് വന്നു. ഇവിടെ വന്ന് കുടിയിരുന്നു എന്നുള്ളതൊക്കെയാണ് കഥ. പണ്ട് ഈ സ്ഥലം ഈ കൊങ്കുനാട്, തമിഴ്നാട്ടിലുള്ള കൊങ്കുനാട് പ്രദേശത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഈ ദിണ്ടിക്കല്, ഈ മധുര, കോയമ്പത്തൂര് തുടങ്ങിയ ആ ഒരു വലിയൊരു ബെൽറ്റ്. പിന്നെ ഈ കോയമ്പത്തൂരും ഈ പറഞ്ഞിരിക്കുന്ന ഈ ദിണ്ടിക്കലും ഇത് പിന്നീട് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുൻപേയുള്ള കാലത്ത് ഇവിടെ ഹൈദരാലിയും അതുപോലെ ടിപ്പു ഒക്കെ തന്നെ ഈ പ്രദേശം ഭരിച്ചിരുന്നു എന്നുള്ള രേഖകളൊക്കെ ഉണ്ട്. പിന്നീട് ബ്രിട്ടൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കുന്നിന് പഴയ കാലത്ത് ശിവഗിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ശിവഗിരി കുന്ന് എന്നാണ്. ഇതിനൊക്കെ ചരിത്ര ലിഖിതങ്ങളുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിൽ തന്നെ പലയിടത്തും ചരിത്ര ലിഖിതം എഴുതിയിട്ടുണ്ട്. ഈ ഗർഭഗൃഹത്തിന് മുകളിൽ ഒരു സ്വർണ്ണ കുടം, പിന്നെ കുടം അതിൻ്റെ മുകളിലുണ്ട് എന്നാണ് പറയുന്നത്. ദണ്ഡായുധപാണി ക്ഷേത്രം എന്നാണ് ഇവിടെ തമിഴ്നാട്ടിൽ ഇത് അറിയപ്പെടുന്നത്. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്, ദണ്ഡായുധപാണി ക്ഷേത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കൗമാരഭാവത്തിലാണ് ഇവിടെ മുരുകൻ ഇരിക്കുന്നത്, കൗമാരഭാവത്തിൽ. ഈ വിഗ്രഹം ഇരിക്കുന്ന, മുരുകന്റെ വിഗ്രഹം ഇരിക്കുന്ന ഒരു ഗർഭഗൃഹം ഉണ്ടല്ലോ, ആ ഗർഭഗൃഹത്തിന്റെ മുകളിൽ ഒരു സ്വർണ്ണ ഗോപുരമുണ്ട്. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. ക്ഷേത്രത്തിന് താഴെയായിട്ട് തിരു അവിനൻകുടി എന്ന പേരിലൊരു ക്ഷേത്രമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭക്തര് പിന്നെ വഴിപാടുകൾ കഴിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് പഴയ കാലത്ത് തന്നെയുള്ള ചിട്ടകൾ അതൊക്കെ തന്നെ ലിഖിതങ്ങളായിട്ട് അവിടെ പിന്നെ ക്ഷേത്രത്തിൽ കല്ലുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കുന്ന് എന്ന് പറയുന്ന വലിയൊരു പാറയാണ് കേട്ടോ, ഭയങ്കരാകൃതിയിലുള്ള ഒരു പാറയാണ്. ആ പാറയിൽ പടികളൊക്കെ വെട്ടിയിട്ട് അതിമനോഹരമാക്കിയിട്ട്, ഏത് പൗരാണിക കാലത്തിൽ വെട്ടിയുണ്ടാക്കിയ, ചരിത്രകാലത്ത് തന്നെ വെട്ടിയുണ്ടാക്കിയാണ്. പണ്ട് ആനകൾക്ക് കയറി പോകാനുള്ള വഴികൾ പോലും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വിശാലമായ പാത വേറെ തന്നെ ഉണ്ടായിട്ടുണ്ട് ആനകൾക്ക് പോകാൻ. ഈ ആനകൾക്ക് സത്യം പറഞ്ഞാൽ ഈ പടിയിലൂടെയും കയറി പോകട്ടോ, ആനകളെ സംബന്ധിച്ച് അതും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഒരുപക്ഷെ ഈ പടി തന്നെയാണോ ആ വിശാലമായ പാത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നടന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ റോപ്പ് വേ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സൗകര്യത്തിൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പക്ഷെ ആ റോപ്പ് വേയിൽ ക്യൂ ഒക്കെ നിന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് നടന്നിട്ട് പടികളിലൂടെ കയറിപ്പോകുമ്പോൾ ഒരു ഭംഗി എന്ന് വെച്ചാൽ താഴ്ഭാഗമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് മുകളിലോട്ട് പോകാൻ നല്ല രസമാണ്. പിന്നെ കുരങ്ങന്മാർ ധാരാളം ഉണ്ട് അവിടെ കേട്ടോ. അതുകൊണ്ട് ഭക്ഷണ സാധനമായിട്ട് കയറുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ക്യാമറ തുടങ്ങിയുള്ള സാധനമൊക്കെ അടിച്ചെടുത്ത് കൊണ്ടുപോകാൻ എല്ലാ സാധ്യതയുണ്ട്. പിന്നെ മൊബൈൽ താഴെ വെച്ചിട്ട് വേണം നമുക്ക് മുകളിലോട്ടേക്ക് പോകാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ധാരാളം മൊബൈൽ കൗണ്ടറുകൾ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് അവിടെ സൂക്ഷിക്കാനുള്ള ധാരാളം സ്ഥലങ്ങൾ അവിടെ തന്നെ ഉണ്ട്, താഴ്ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. ദണ്ഡായുധപാണി ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഇടുമ്പൻ്റെ ക്ഷേത്രമുണ്ട്. ഈ ഇടുമ്പനെ വണങ്ങിയിട്ടാണ് നമ്മൾ ദണ്ഡായുധപാണി ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. സത്യത്തിൽ ഇവിടുത്തെ ഈ കാവടി എടുത്തിട്ട് നമ്മൾ ഭക്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആ നൃത്തമൊക്കെ ചെയ്തിട്ട് പോകുന്നത് ഈ ഇടുമ്പനുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യമാണ് അത്ര അതിൻ്റെ ഒരു കാരണം. നമ്മൾ കയറി ചെല്ലുന്നതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഗണപതിയുടെ ഒരു പാദവിനായകർ എന്ന പേരിലൊരു കോവിലുണ്ട്. അവിടെ ദർശനം നടത്തിയിട്ടാണ് ഭക്തജനങ്ങൾ മുകളിലോട്ടേക്ക് കയറി പോകുന്നത്. ഇത് ഒരു വലിയ പ്രദക്ഷിണം വെച്ചിട്ട് ഇങ്ങനെ ചുറ്റും റോഡാണ് കേട്ടോ. ഈ മലയ്ക്ക് ചുറ്റും റോഡാണ്. ഒരു പ്രദക്ഷിണം വെച്ചിട്ട് നമുക്ക് നടക്കാവുന്ന രൂപത്തിലാണ് ഈ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ശിവഗിരി കുന്ന് എന്ന് പറയുന്ന പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്. അമരാവതി നദി, ഈ കാവേരി നദിയുടെ ഒരു പോഷക നദിയാണ്. അത് ഉത്ഭവിക്കുന്നത് ഈ കുന്നിന്റെ മുകളിൽ നിന്നാണ്. ഇവിടെ 2 കുന്നുകളുണ്ട്. ഒന്ന് പിന്നെ ശിവനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, രണ്ടാമത്തത് ഈ പറഞ്ഞ പളനി മുരുകൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുന്നാണ്. ശിവഗിരിയും ശക്തിഗിരിയും അങ്ങനെയാണ് 2 കുന്നുകൾക്കുള്ള പേര്.
ഒന്ന് ശിവഗിരി, മറ്റേ ശക്തിഗിരി. 2 ശിവനുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. ഇവിടുന്ന് തൊട്ടടുത്ത ഉള്ള ഉദുമൽപേട്ട, പിന്നെ അതുപോലെ തന്നെ കൊടൈക്കനാൽ ഹിൽസ്, ഇതൊക്കെ ഇവിടുന്ന് വലിയ ദൂരമില്ലാത്ത സ്ഥലങ്ങളാണ്. പൊതുവെ കാർഷിക വൃത്തിയിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. അതിമനോഹരമായ ഭൂപ്രകൃതിയാണ്. കാലാവസ്ഥയാണെങ്കിൽ രാത്രിയൊക്കെ മിക്കവാറും സമയം തണുപ്പ് തന്നെയാണ്. രാവിലെ നല്ല തണുപ്പുണ്ട്, പകല് കുറച്ച് ചൂടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഒരു 2.5-3 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാലിലേക്ക് എത്താൻ പറ്റും. അതിമനോഹരമായ തമിഴ്നാട്ടിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് കൊടൈക്കുന്നുകൾ അല്ലെങ്കിൽ കൊടൈക്കനാൽ എന്ന് പറയുന്നത്. അപ്പം നമ്മളിനി അടുത്ത യാത്ര ആ വഴിക്കാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഏറെക്കുറെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് ഗേറ്റ് കടന്നിട്ടാണ് മലമുകളിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ സന്ധ്യയ്ക്ക് ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് എൻട്രി ഇല്ല, അത് അടച്ചിരിക്കുകയാണ്. ഇനി രാവിലെ 6 മണിക്ക് മാത്രമേ നമുക്ക് അതിൻ്റെ മുകളിലോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് രാവിലെ 6 മണിക്ക് വന്നിട്ട് അവിടുത്തെ മുകളിലെ കാഴ്ചകൾ കാണാം. പക്ഷേ എനിക്ക് ആ കാഴ്ച നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, കാരണം മൊബൈലുകളോ ക്യാമറയോ ഒന്നും അലൗഡ് അല്ല മുകളിൽ. ധാരാപുരം, അതുപോലെ തന്നെ ഒട്ടൻചത്ര, അതുപോലെ ഉദുമലൈപ്പേട്ട, ഈ വഴിയിലൂടെ തെറ്റി പറഞ്ഞു പോയതാണ്. ഈ വഴിയിലൂടെ ധാരാളം ട്രാൻസ്പോർട്ട് ബസ്സുകളുണ്ട്. കേരളത്തിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിന്നുണ്ട്, അതുപോലെ കോട്ടയത്ത് നിന്ന് വരുന്നുണ്ട്. മലബാർ മേഖലയിൽ നിന്നൊക്കെ തന്നെ ഇടവിട്ട് KSRTC ബസ്സുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായിട്ട് വരുന്നുണ്ട്. പിന്നെ ട്രെയിൻ സൗകര്യമുണ്ട്. നമുക്കിപ്പം ഷൊർണൂർ വഴി വരികയാണെങ്കിൽ പാലക്കാട് വന്നിട്ട് ട്രെയിനുകളുണ്ട്. വൈകുന്നേരം 4 മണിക്കൊരു ട്രെയിനുണ്ട്. അത് നമുക്കൊരു 6-7 മണിയാകുമ്പോഴത്തേക്ക് നമുക്കിവിടെ പഴനിയിൽ എത്തിച്ചേരും. അതല്ല എങ്കിൽ നമ്മളവിടെ നമ്മുടെ പിന്നെ പാലക്കാട് പിന്നെ ബസ് സ്റ്റാൻഡിൽ പോയാൽ ധാരാളം പൊള്ളാച്ചി വണ്ടികളുണ്ട്. പൊള്ളാച്ചി വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് പൊള്ളാച്ചി എത്തിയാൽ അവിടെ നിന്ന് മാറി കയറിയിട്ട് നമുക്കിവിടെ പഴനിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഞാൻ ഒരു 3-3:15 അവിടെ നിന്ന് കയറി. 3:15 കയറിയിട്ട് 6-6:30 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പഴനി സ്റ്റാൻഡിലേക്ക് എനിക്ക് എത്താൻ പറ്റി. ഇടയ്ക്കൊന്ന് ചായ കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒഴിച്ചാൽ വേറെ സമയമൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു 3-3.5 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് പാലക്കാട്ട് നിന്ന് ഈ പഴനിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത യാത്ര കൊടൈക്കുന്നുകളിലേക്കാണ്, കൊടൈക്കനാലിലേക്കാണ്. അപ്പോൾ കൊടൈക്കനാൽ പോയിട്ട് ഏതെങ്കിലും ഗ്രാമങ്ങളിലേക്ക് പോയി രാപ്പാർക്കണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളത്. ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുമല്ലോ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി, വണക്കം.